ഹലോ ഗുഡ് മോർണിംഗ്. നിങ്ങൾ എത്തിയിട്ടോ? ഞാൻ ഇപ്പം എടിയായി അമ്മ രണ്ടരേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഒരു യാത്രയിലാണ്. ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി വഴി ഹോങ്കോങ് പോയിട്ട് കൊൽക്കത്ത വഴി ന്യൂയോർക്കിലോട്ട് വിടും. എന്നിട്ട് ആ വഴി അങ്ങനെ വീഗാലാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പോക്കാം. അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് യോഗം ഉണ്ടോയെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ഓരോ കളികളാണ്. നമ്മൾ പോകുന്ന എങ്ങോട്ടാ? ട്രെയിൻ കയറിയിട്ട് നേരെ നമ്മൾ പോയി ഇറങ്ങുന്ന തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ കൈക്കൊടുത്ത് പോകും. അല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതുണ്ടോ? ഇൻഷാ അല്ലാഹ് പടച്ചോൻ്റെ കൃപയുണ്ടെങ്കിൽ നടക്കുമല്ലേ. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അത് തെറ്റാണെന്ന് എനിക്കറിയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ, പടച്ചോൻ്റെ കൃപ ഉണ്ടാവട്ടെ എന്നല്ലേ. അപ്പോൾ നീ അത് പറഞ്ഞതിന് എന്നെ കൊല്ലണ്ട. ദൈവം എല്ലാം ഒന്നാണ്, മനുഷ്യരാണ് അതിനെ വേർതിരിച്ച് എൻ്റെ പഠിച്ചവൻ അതല്ല മോളെ, എൻ്റെ പഠിച്ചോ ഇതാണ് എൻ്റെ ഇതാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യരാണ്. ദൈവം ഇന്ന് വരെ ഇറങ്ങി വന്നിട്ടോ ഞാൻ നിങ്ങളതാണ്, നിങ്ങൾ എൻ്റെതാണ് അങ്ങനെ പറയും, ഓൻ്റെ ഇങ്ങോട്ട് പറയും എന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എൻ്റെ നാവ് വീണുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പം ഞങ്ങൾ 10:40 ട്രെയിനിന് ഞങ്ങൾ കയറും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രകൾ നമ്മൾ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. ഓട്ടോ കയറുന്നത് ട്രെയിനോ ഇനിയിപ്പോൾ ഓട്ടോ കയറാൻ പാടുണ്ടോ അറിയില്ല, എന്നാലും ഞാൻ എടുക്കും. ഇതിൻ്റെ കൂടെ ഇനി മറ്റുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. ഇവളെ ബാഗിൻ്റെ പറയാനായിക്കില്ല. ദേവൂരാകെ അത്. ഹലോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ ദേവൂട്ടിയാണ്. എല്ലാവർക്കും ബൈ, അടുത്ത വീഡിയോ കാണാം. ഇതേ ദേവൂട്ടിക്ക് അറിയുള്ളൂ. എന്റെ മക്കളെ ആ താത്തേനെ കൊണ്ട് വല്ലാത്തൊരു ഉപദ്രവാട്ടോ. ആമിനത്താ തന്ന സാധനം അത് ഏത് ടൈമിൽ ഇനി കയറി വരുന്നൊന്നും പറയാൻ പറ്റില്ല. ഓല് കയറി വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കുന്നത് വെച്ചാൽ ഓല് നമ്മളടുത്ത് വരുന്നത് നമ്മളോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ്. നമ്മളെ ചാനലിൽ കയറിയിരുന്ന് ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു കഴിവാണ്. ഓല് എന്ത് കോമഡി ആർട്ടിസ്റ്റേഡ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അത് ഞാനല്ല പറയേണ്ടത്, മറ്റുള്ളവരാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്നതല്ല, നല്ലപോലെ പറയുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ യാത്രകൾ നമ്മൾ ഓട്ടോ കയറുന്നതെടുക്കും, ഓട്ടോ നിന്ന് ഇറങ്ങുന്നതെടുക്കും, നമ്മൾ ട്രെയിൻ കയറുന്നതെടുക്കും, ഇതൊക്കെ എടുക്കുമോ എന്തോ പറയുന്നേ ഉള്ളൂ. അപ്പം കാണാവേ. നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറെത്താം ഒരാളെ പാടുന്നത് കുട്ടിത്തമ്മ വന്ന് ഇങ്ങനെ പോവാത്തോ. വരും സമയം വരും. അയ്യോന്നോ എങ്ങനല്ല എന്തമ്മ ഇങ്ങനെല്ലാം കയറി വന്നിട്ടുണ്ടമ്മ. എന്ത് അയ്യോ ഡും 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 നടന്നുണ്ട്. എന്താ കുഞ്ഞ് സിപ്പ് ആയിപ്പോഴാണ്. ഇതിപ്പോഴെങ്ങനെ എന്നെ എടുത്തോ പാതന്നക്ക് മെനക്കുന്ന അവതല്ല ഇപ്പത്തെ ചാടിയിട്ടുണ്ട്. എന്തമ്മ വരണം. എങ്ങോട്ട് വീണ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? അങ്ങോട്ടാ പോണ്ടേ. അപ്പത്തല്ല പാട്ടിന് അങ്ങോട്ടാ പോണ്ടേ. നമ്മൾ കുറേ D4 എവിടെയാന്നൊക്കെ തപ്പി നടന്നു.
ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഒരു സ്റ്റാഫ് പറഞ്ഞു ഈ ട്രെയിൻ പോയിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് ഇനി അങ്ങോട്ടൊക്കെ നടക്കണമല്ലോ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ തന്നെയാണ് D4 എന്ന്. അങ്ങനെ ഞാൻ ദൈവനോട് പറഞ്ഞു ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ തന്നെയാണ് D4 എന്ന്, വെറുതെ ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നല്ല കേട്ടോ, ഭാഗ്യം ഇവിടെ തന്നെയാണ് D4 എന്ന് പറഞ്ഞപ്പോൾ ഇനി നടക്കണ്ടല്ലോ, സമാധാനമായിട്ടിരിക്കുക. ഒരുത്തിയുടെ ഭാവമൊക്കെ കണ്ടായിരുന്നു പ്രധാനമന്ത്രിയാണെന്ന്. ഓ ദിലീപിൻ്റെ ഒരു സിനിമയിലുണ്ടല്ലേ വെട്ട സിനിമയിൽ ഇതുപോലെയല്ലേ ഇങ്ങനെ രണ്ട് വലിയ എന്തെങ്കിലും നടന്നു വന്നേ. അപ്പോൾ നമ്മൾ ട്രെയിന് 10:40 ട്രെയിൻ വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുക. അയ്യോ അയ്യോ നമ്മളെ ട്രെയിൻ വന്നു, നമ്മൾ കയറാൻ പോവുക D4ൻ്റെ. D1 D2 D3 എൻ്റെ പഠിച്ചവരെ മുന്നോട്ട് നീങ്ങണോടി പുള്ളി. അല്ല 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 ആ കറക്റ്റ് ഇവിടെ നിർത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ കയറൂല. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. സീറ്റ് 102 98 ദൈവട്ടി ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അടുത്തല്ല സീറ്റ് ഇട്ട് വേറെ വേറെ. ഇനി ഇവിടെ ഇരിക്കുന്ന ആളോട് നമ്മൾ അപ്പുറത്തോട്ട് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് ഇവിടേക്ക് ഇരുത്തണം. ഇതിന് ഭയങ്കര ചൂടാട്ടോ. അപ്പം നമ്മൾ ബാക്കി ഇനി തിരുവനന്തപുരത്ത് എത്തിയിട്ടു. ഓക്കെ ബൈ. അങ്ങനെ കോഴിക്കോട് എത്തി. ഈ കോഴിക്കോട് തിരൂര് പറവല്ല അങ്ങനെ കുറേ സ്റ്റോപ്പുകളെ എന്നാണ് നോക്കുക. അവർക്ക് ഈ സൈഡ് സീറ്റ് ഇരിക്കണമെന്ന് ഞാൻ സമ്മതിക്കുമോ? ഞാനാരാ മോള്? അമ്മേ അമ്മേ. അപ്പം ഇനി ഇങ്ങനെ ഓരോ സ്റ്റോപ്പുകൾ എത്തിയത്തിലായിട്ടോ ലാശിമ്പോൾ തിരുവനന്തപുരത്ത്. നിന്റെ സീറ്റ് അപ്പുറമല്ല, നീ അപ്പുറം പൊക്കോ. അമ്മ കഷ്ടപ്പെട്ട് കിട്ടും. ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഊണ് മേടിച്ചിട്ടോ. ഊണ് പോവുമോ ട്രെയിന് പോവുമോ എന്നുള്ള പേടിയുണ്ട്, മേടിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മീനും ചോറും അച്ചാറും അമ്മാറും ഒക്കെ ഉണ്ട്. അപ്പം കോഴിക്കോടാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ കോഴിക്കോട് നിന്ന് ഇത് കോഴിക്കോടാ. പുഴ വന്നപ്പോൾ ദൈവം പറയാം വേഗം എടുത്തോ ഇപ്പോൾ പോകും. എന്തോന്നാ ബ്യൂട്ടിഫുൾ കപ്പലല്ല, എന്താണ് തോണി, ബോട്ട്. ഇത് നമ്മളെ ഭാരതപ്പുഴയല്ലേ? അതെ. ചുറ്റിപ്പുറം ബിരിയാണി കാപ്പി ചായ. എന്ത് ഭംഗിയാണല്ലേ, കാട് കാണിച്ചിട്ട് എന്ത് ഭംഗിയാണ്. ഭ്രാന്തത്തിയാണോ അതോ? ഇതാ ഭംഗിയുള്ള സ്ഥലം. അപ്പോഴേക്കും നമ്മളെ ക്യാമറ ഓൺ ആക്കി വരുമ്പോഴേക്കും ആ സ്ഥലം കഴിഞ്ഞു പോവേ. പാട ചൂടത്തുണ്ടല്ലോ. അപ്പം ഇനി നിങ്ങൾ കമൻ്റ് ഇടണം. എൻ്റെ പൊന്ന് തനോ ഈ ട്രാവലിംഗ്
വീഡിയോസ് എടുക്കണ്ട, ഞങ്ങൾ ഈ ട്രെയിനും കാടും കണ്ട് മടുത്ത് തരുവേന്ന് പറഞ്ഞു. ഞാൻ ദേവുട്ടിയോട് പറയാം നമ്മൾ ഫ്ലൈറ്റിൽ പോവാണ്. അപ്പോൾ ദേവ് ചോദിക്കുക ഇതാണോ ഫ്ലൈറ്റ്, താഴെ കൂടെ പോകുന്നതാ ഫ്ലൈറ്റ്? ഞാൻ പറഞ്ഞ മുകളിൽ കൂടെ പോകുന്ന തീവണ്ടി, താഴെ കൂടെ പോകുന്ന ഫ്ലൈറ്റ്. നമ്മളെപ്പോലെ ഈ ഫ്ലൈറ്റിലൊക്കെ കയറാൻ ഇങ്ങനെ യാത്ര ചെയ്തവരൊന്ന് പറയണേ ഇനി ഇതുപോലെയുള്ള ഫ്ലൈറ്റിൽ. ഷൊർണൂർ എത്തിയിട്ടോ, ഷൊർണൂർ കടൽ നിന്നല്ല പൊടിയാകും. അങ്ങനെ ഞങ്ങൾ ഷൊർണൂരെത്തി. ഇനി അടുത്തത് തൃശ്ശൂർ, എറണാകുളം, അങ്ങനെ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ബിരിയാണി ബിരിയാണി ബിരിയാണി, വട 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 വട, കോഫി 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 കോഫി. ഷൊർണൂർ ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയില്ല അമ്മ ഇന്ത്യയിലെ ഇപ്പം എനിക്ക് മനസ്സിലായി. മേളം പറയാനും താഴെ ഹിന്ദീൻ്റെ താഴെ ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ താഴെ അല്ല ഹിന്ദി, അതിന് താഴെ ഇംഗ്ലീഷ്, മലയാളം ഹിന്ദി ഇംഗ്ലീഷ്. അയ്യോ ചൂടുണ്ട പൊന്നെ, എണ്ണ ചൂടായോ? നമുക്കിതൊക്കെ വാങ്ങാവോ എന്തോ. വാങ്ങിയിട്ടുണ്ട്. ഇനി പറയും ട്രെയിനിങ് എന്താ, ഫ്രൂട്ട്സ് മേടിച്ചു, ഫ്രൂട്ടി മേടിച്ചു. കണ്ടൻറ്റുകൾ ഞാൻ ധാരാളം തരാം കേട്ടോ. ഞങ്ങൾ എന്തൊക്കെ മേടിക്കുന്നു എന്നുള്ളതിൻ്റെ കണ്ടൻറ്റുകൾ അങ്ങനെ തന്നുകൊണ്ടിരിക്കാം. അത് പൊളിക്ക് കുട്ടി. നീ എന്തെടുക്കാടോ വാങ്ങി? എനിക്ക് എന്തെടുക്കാനുള്ള അവകാശമുള്ളൂ. കൊള്ളാമല്ലോ. എല്ലാവരും വിചാരിക്കും ദേവ് എന്താ ഇങ്ങനെ നോക്കണമെന്ന്. ഇവിടെയാണ് ക്യാമറ, ഞാൻ ഇങ്ങനെയൊക്കെ നോക്കാം. ആണോ? അയ്യോ, അവരാകുമ്പോൾ അവിടെ എത്തിക്കാണിച്ചതാ. ചോറ് നമ്മുടെ മണിച്ചേട്ടൻ്റെ നാട്ടിലെത്തി, ചാലക്കുടി. അങ്ങനെ നമ്മൾ ആലുവ എത്തി. ആലുവ, ഇനി അടുത്തത് എറണാകുളം. അങ്ങനെ 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 പോവും. അപ്പം നമ്മൾ എറണാകുളത്തെത്താൻ പോകുന്നു. ഇനി എറണാകുളം കഴിഞ്ഞാൽ ആലപ്പുഴ, ആലപ്പുഴ കഴിഞ്ഞാൽ അങ്ങനെ 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 അങ്ങ് പോവേ. അപ്പം എറണാകുളം എന്ന് കേട്ടപ്പോൾ ദേവുവിനൊരു ഭയങ്കര ഒരു ഇത്, എറണാകുളം അല്ലേ, എവിടെയോ കേട്ട പോലെ ഒരു എറണാകുളം അല്ലേ ദേവുവേ, ഒരു ഇഷ്ടമുണ്ടല്ലോ പോലെ. മറക്കുവാനാവില്ല, വെറുക്കാവില്ല ജീവിതത്തിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമായത്. ഇതേത് ഹോസ്പിറ്റൽ എന്നറിയോ? ലൂർദ് ഹോസ്പിറ്റൽ. അമ്മയുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഓപ്പറേഷൻ നടന്ന സ്ഥലം. ഈ വഴി ഇങ്ങനെയല്ലേ നമ്മളെ വീട്ടിലോട്ട് പൊക്കോണ്ടിരുന്നത്.
പല പല ഓർമ്മകൾ. ഇതിലേക്ക് എത്ര പ്രാവശ്യം പോയതെന്നറിയോ? ഓട്ടോയിൽ ഹോസ്പിറ്റലിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് വട്ടം പോയതാണ്. അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ എത്തി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനായിട്ട് ഇവിടെ സ്റ്റോപ്പില്ല, നോർത്തിലാണുള്ളത്. അപ്പം നോർത്തെന്ന് പറയുമ്പം അങ്ങനെ എറണാകുളം നോർത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ തിരുവനന്തപുരം എത്തിയില്ല. എറണാകുളം നോർത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മളിതാ തിരുവനന്തപുരത്ത് എത്തുന്നു. ദൈവം തിരുവുണ്ടാവും. അപ്പോൾ ഇപ്പം എത്തുട്ടോ, പേട്ട കഴിഞ്ഞു. സമയം എത്രയെന്ന് പറയാം, 8:30 മണിയാണ്. 8:30 ആയപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ട്രെയിൻ ഇറങ്ങി ഞങ്ങളിതാ പോവുക കേട്ടോ. ഇനി ഓട്ടോ ഓട്ടോ വിളിക്കുന്നതൊന്നും പറയാൻ പാടില്ല. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, ഞങ്ങൾ അതും തപ്പി നടക്കുക. ദേവന്റെ പോക്കണ്ട്. ഇപ്പം അവള് കയറി അങ്ങ് പോകുന്നു. അവിടെ എത്തിയിട്ട് തിരിഞ്ഞു നിൽക്കുമോ? ലാസ്റ്റ് കണ്ടുപിടിച്ചു, അതുകൊണ്ട് കിടക്കുന്ന പോട്ടെ. ആ അതെ അതെ അതെ.